Okay, let's go. ഗുഡ് മോർണിംഗ് ഛത്തീസ്ഗഡ്. ഇപ്പോൾ നമ്മൾ ഛത്തീസ്ഗഡിൽ ബീജാപ്പൂർ എന്ന് പറയുന്നൊരു സ്ഥലത്താണുള്ളത്. ഇപ്പോൾ സമയം എതിരായി 6:15. അപ്പോൾ നമ്മളിന്നലെ ടെൻ്റ് അടിച്ചാണ് ഇവിടെ സ്റ്റേ ചെയ്തത്. അപ്പോൾ എനിക്ക് കുറേ സുഹൃത്തുക്കളെ കിട്ടി ഇവിടുന്ന്. ഞാൻ ആ ടെൻ്റ് അടിച്ചത് ഒരു ഹൈവേയുടെ സൈഡിലാണ്. അപ്പോൾ രാവിലെ നടക്കാൻ വന്നവരൊക്കെ കുറേ ആൾക്കാർ കൗതുകം കൊണ്ട് വന്ന് പരിചയപ്പെട്ടു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പ്ലാന്, ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു പോവാണ്. കേരളത്തിലേക്ക് ഇവിടുന്ന് ഏകദേശം കേരളത്തിലേക്ക് 1450 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ പ്ലാൻ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിലേക്കാണ് ഞാൻ ഫസ്റ്റ് പോണത്. അപ്പോൾ 946 ഇപ്പോൾ കാണിക്കുന്നത്, 946 കിലോമീറ്റർ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം 5 സ്റ്റേറ്റ് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഒന്ന് തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങൾ, പിന്നെ കേരള. അങ്ങനെ 5 സ്റ്റേറ്റാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ യാത്രയിൽ. മൊത്തം 1450 കിലോമീറ്റർ. ഒരു ചെറിയൊരു മഞ്ഞൊക്കെ കൂടിയുള്ളൊരു ആംബിയൻസാണ് ഇവിടെ. ഒരു റൂറൽ ഏരിയ, ഒരുപാട് കുട്ടികൾ നടക്കാനിറങ്ങി, പ്രായമായവർ നടക്കാനിറങ്ങി, നൈസ്, നല്ല ആംബിയൻസ്. എനിക്ക് തോന്നുന്നൊരു 10-60 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഛത്തീസ്ഗഡിൻ്റെ ബോർഡർ ക്രോസ് ചെയ്യും. പിന്നുള്ളത് തെലുങ്കാനയാണ്. തെലുങ്കാന നമ്മൾ വാറങ്കൽ വഴി നേരെ ആന്ധ്രാപ്രദേശിലോട്ട് കയറും. ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ് ടു ബാംഗ്ലൂർ. അതാണ് എൻ്റെ പ്ലാന്. ആൻഡ് അഗെയിൻ ഗ്രാമങ്ങൾ, വീണ്ടും ഗ്രാമങ്ങൾ. ഇവിടുത്തെ വീടുകൾ ഇങ്ങനെയാണ്. ഈ റോഡ് ഇപ്പോൾ ഒരു തൊഴുത്ത് പോലെ ആയിട്ടോ. ഇതുണ്ടോ, റോഡ് നിറച്ച് ചാണകം. നമുക്കിവിടുന്ന് ലെഫ്റ്റാണ് തിരിയേണ്ടത്. ഈ പട്ടികളാണ്, ഈ റോഡ് നിറച്ച് പട്ടികളാണ്. യവന്മാരെ കൊണ്ട് ഒരു വല്ലാത്ത മേട. ഇതൊക്കെ എപ്പോഴെങ്ങോട്ടാ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റത്തില്ല. ഇതെന്ത് തൂക്കിയിട്ടേക്കണേ? അയ്യേ, ഒരു പട്ടീനല്ല തൂക്കിയിട്ടേക്കുന്നത്. അത് എന്താണോ പട്ടീനെ അങ്ങനെ തൂക്കിയിട്ടേക്കുന്നത്? പട്ടീനൊക്കെ ഒന്ന് തൂക്കിയിട്ടേക്കാണല്ലോ. അയ്യോ, വഴി ഇവിടെ കൊണ്ട് തീർന്നല്ലോ. നമുക്ക് വഴി ഇടയ്ക്ക് അവിടെ വെച്ചൊന്ന് മാറിപ്പോയി. അങ്ങോട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഇങ്ങനൊരു വഴിയാണ് കാണിക്കുന്നത്. ഇത് ശരിയാണോ? കറക്റ്റാണ്, ഇങ്ങനെ കാണിക്കുന്നത്. പോയി നോക്കാം. ഇത് ഒരു വലിയ വനമാണെന്ന് തോന്നുന്നു. പണി നടക്കുന്ന സ്ഥലമാണ്.
വഴി മൊത്തം തെറ്റിയല്ലോ. ഞാനൊരു സാധനം കാണിച്ചു തരാവേ. ഈ ജംഗ്ഷൻ എത്തി. ഓക്കെ, ഇതാണ് ഇങ്ങോട്ട്. ഇങ്ങോട്ട് തിരിഞ്ഞു. ഇതിലാണിപ്പം നമ്മൾ വന്നത്. NH63 എന്നും പറഞ്ഞ് കാണിക്കുന്ന റോഡ് കണ്ടോണേ. ഇതാണ് NH63. ഇത് തെറ്റാണിത്. ഇതാണ് NH63 കണ്ടോ. NH63 കാണിക്കുന്നത്. ഗൂഗിൾ മാപ്പിനകത്ത് ഇത് തന്നെയാണ് കാണിക്കുന്നത്. ഇത് കാട്ടിക്കൂടെയുള്ള വഴിയാണ്. മരമൊക്കെ വീണ് കിടപ്പുണ്ട് അവിടെ. ഇത് തെറ്റാണ്, പക്ഷെ ഗൂഗിൾ മാപ്പും കറക്റ്റ് തന്നെ കാണിക്കുന്നു. ഇത് എങ്ങോട്ട് പോകുന്ന വഴി? രണ്ട് മാപ്പും നേരെ എന്നാ പറയണേ. ഇതിനടുത്തൊന്നും വണ്ടി പോയ ലക്ഷണമില്ല. ഗൂഗിൾ മാപ്പ് ഇത്, ഓഫ്ലൈൻ മാപ്പ് ഇത്. ഇതേ വണ്ടി പോയാൽ ഇത് പൂണ്ടു പോവും. തിരിച്ചു പോവാം. ഇത് മൊത്തം ചെളിയാണ്. പൂണ്ടു പോയി കഴിഞ്ഞാൽ തീർന്നു. ശേ, ഇവിടെ പ്രത്യേകിച്ച് കൃഷിയൊന്നും ചെയ്തിട്ടില്ല. എല്ലാം ഉഴുതു മറിച്ചിട്ട് വെക്കുക. ഇതുളകി ഇവിടെ ഒരുപാട് ഇതുപോലത്തെ വണ്ടികൾ കാണാം. കാളവണ്ടി. യെസ്, ഇവരിതിൽ എന്താണാവോ കൊണ്ടുപോവുക? कौन सा स्टेट है? तेलंगाना? तेलंगाना हाँ है। तेलंगाना अभी 30 किलोमीटर है। कौन से? महाराष्ट्र, गडचिरोली जिला। वो महाराष्ट्र है।
ഓഹോ, മഹാരാഷ്ട്ര. ഓക്കെ, അപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിൽ ഞാൻ കരുതിയത് തെലുങ്കാനയാണ്. നമുക്ക് പ്രത്യേകിച്ച് സൈൻ ബോർഡൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ദോശ ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ കഴിച്ചിട്ട് പോവാം. കിतना दूर तेलंगाना? 30 किलोमीटर बॉर्डर. हाँ, ഒരു മസാല ദോശ പറഞ്ഞു. ഇപ്പം മധ്യപ്രദേശിൻ്റെ ഒരു വാലുവഴിയാണ് നമ്മൾ കടന്നു പോണേ. മധ്യപ്രദേശിൻ്റെ ഒരു വാലുവഴി നേരെ തെലുങ്കാനയിലേക്ക് കിടക്കും. ഇവിടുത്തെ പോലെ സാധനങ്ങൾ കൊണ്ടുപോയിരിക്കുന്ന വണ്ടിയുണ്ട്, കാളവണ്ടി. ഇനി എനിക്ക് തോന്നുന്നു നമ്മൾ എത്താൻ പോകുന്നത് തെലുങ്കാനയുടെ ബോർഡറിലേക്കായിരിക്കാം. ഇവിടെ കാട്ടിൽ നിന്ന് കുറേ മരങ്ങളൊക്കെ അറുത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ട് തേക്കാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ തെലുങ്കാനയുടെ സൈഡിലാണ്. തെലുങ്കിൽ എഴുതിയേക്കുന്ന ബോർഡുകളൊക്കെ കാണാൻ പറ്റും. മാത്രമല്ല വണ്ടികളൊക്കെ തെലുങ്കാന രജിസ്ട്രേഷനാണ്. പക്ഷെ ഒരു ബോർഡർ ക്രോസ് ചെയ്യുന്ന ഒരു ആംബിയൻസ് ഒന്നും ഒരിടത്തും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് തെലുങ്കാനയാണ്. കുറേ വാനരപ്പടയുണ്ട് ഇവിടെ, കുടുംബമായിട്ടും കുട്ടികളായിട്ടും ഒക്കെ വലിയ ജാഥയായിട്ട് ഈ വഴി സൈഡിലുണ്ട്. പലവിധ അഭ്യാസങ്ങളാണ് റൂട്ടിൽ കാണിക്കുന്നത്. ആന നിൽക്കുന്നുണ്ടോ? അതെന്ത് വേണത്? പാറയാണ്. എന്ത് പാറയാണ്? വീണ്ടും ഒരു ട്രാഫിക്കായി. ഈ ട്രാഫിക്കിൽ കിടക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വെയിലത്ത് ഇറുകി പോകും. അതുപോലത്തെ ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂട്. ഒരാളിൻ്റെ വലുപ്പത്തിലുള്ള പ്രതിമകൾ അപ്പുറത്തുണ്ട് കൊണ്ട്. തെലുങ്കാനയിലെ നെൽപ്പാടങ്ങളാണിത്. ഇവിടുത്തെ ഷെയർ ഓട്ടോയ്ക്കകത്ത് സഞ്ചരിക്കുന്ന ആൾക്കാരാണിത്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഷെയർ ഓട്ടോ. ഓട്ടോറിക്ഷയുടെ പുറകിലൊക്കെ ഇരുന്ന് പോകാം. തെലുങ്കാനയിൽ നമ്മൾ ഒരു ചെറിയ ടൗണിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം എത്രയായി? 2:15. നമ്മുടെ മുമ്പിൽ ഇനി 270 കിലോമീറ്ററുകളുണ്ട്. ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം പൊടിയും, റോഡ് മൊത്തം മോശമാണ്. അതെ വീണ്ടും
ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നമുക്കിനി ഇവിടുന്ന് നേരെ പോകണ്ടേ. നല്ല തിരക്കുള്ള ടൗണ്. ഈ ടൗണിൻ്റെ പേരെന്തെന്നോ ഒന്നും പേര് എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാന വണ്ടി ഓട്ടോറിക്ഷയാണ്. എല്ലാ പരിപാടിയും ഓട്ടോറിക്ഷ പിടിക്കും. ഗുഡ്സ് വണ്ടിക്ക് ഗുഡ്സ് വണ്ടി, പാസഞ്ചർ വണ്ടിക്ക് പാസഞ്ചർ വണ്ടി, എല്ലാം ഇതുപോലത്തെ ഈ പാസഞ്ചർ ഓട്ടോയാണ്. തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. മഴ പെയ്യുന്നു. ഇതാണ് ആ ഡാം. ഇവിടെ നോക്കുമ്പോൾ ഡാമിൻ്റെ കാഴ്ചകൾ കണ്ടോ. ഇത് കൃഷ്ണ നദിയാണ് കേട്ടോ കാണിക്കുന്നത്, കൃഷ്ണ റിവർ. ഓരോ ചെറിയ ചെറിയ ബ്രിക്ക് പോലത്തെ കല്ലുകളാണ്. ബാംഗ്ലൂർ. ആ, അപ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശിലെത്തിയിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് പെട്രോൾ അടിച്ചത്. ഇവിടെ 110 രൂപ പെട്രോളിന്. എനിവേ, ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിൽ 526 കിലോമീറ്റർ ഉണ്ട് ടു ബാംഗ്ലൂർ. again. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണാം, ആർബി കോഫി.
ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് ഒരു വഴിയുള്ളൂ, റൈറ്റിലോട്ടേ ഉള്ളൂ. തിരക്കുള്ളൊരു ടൗണാണിത്. ഇതിൻ്റെ പേരെന്തെന്നാ ഒന്നും മനസ്സിലാകുന്നില്ല. എന്തോ ഒരു പേര് ഈ എഴുത്തെനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. കാറിളക്കി പോകുന്ന കടപ്പയിൽ എത്തിയിട്ടുണ്ട്. സമയം ഏകദേശം 1 മണി അടുത്താകാറായി. ഇനിയിപ്പം നമുക്ക് ബാംഗ്ലൂരിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 250 കിലോമീറ്റർ ദൂരമുണ്ട്. ഞാൻ എൻ്റെ പ്ലാനെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് ടെൻ്റ് അടിച്ച് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ യാത്ര എടുത്തിട്ട് ഇറങ്ങുള്ളൂ. ഇനി നമുക്ക് 190 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു നല്ല മഴയുടെ ഒരു ലക്ഷണമുണ്ട്. മഴ വീണ് തുടങ്ങി. സമയം എത്രയായി? 2 മണിയാകാറായി. തൽക്കാലം ഇവിടെ ടെൻ്റ് അടിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മഴ വന്നാൽ മൊത്തം നനയും. കണ്ടോ, കൊള്ളിയാനും മിന്നുന്നുണ്ട്.